ആ കുട്ടികളും പെൺകുട്ടികളൊക്കെ വാഫിയ സംവിധാനത്തിലൂടെ പഠിച്ച് വളർന്ന് ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉയർന്നുകൊണ്ടിരിക്കുന്നവർ. ക്യാമ്പസുകളിൽ പോലും അവർ പരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ വേറൊരു അക്കാഡമിക് ഭൗതിക ക്യാമ്പസുകളെ വേറൊരു രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ പോലും വാഫികളും ഉന്നത വിദ്യാഭ്യാസത്തിനോടെ പോകുമ്പോൾ വിദ്യാഭ്യാസത്തിനോടെ പോകുമ്പോൾ അവരവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നു. മറ്റിതര കുട്ടികളെയും അവരിലേക്ക് ആകർഷിക്കുവാൻ അവർക്ക് കഴിയുന്നു. അവർ കാത്തു സൂക്ഷിക്കുന്ന ആദർശബോധം അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നു. കേവലം ഭൗതിക ചുറ്റുപാടിൽ മാത്രം പഠിച്ചു വളർന്നിട്ടുള്ള മറ്റു കുട്ടികൾക്ക് മുന്നേ നടക്കുവാൻ അവർക്ക് കഴിയുന്നു. അവരെയും നന്മയുടെ മാർഗത്തിൽ അവർക്ക് പിറകെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നിലയ്ക്ക് ഏത് മേഖലയിൽ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാൻ കഴിയുന്ന വലിയ സന്ദേശമാണ് CSE അതിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള നല്ല കേന്ദ്രം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു സ്ഥാപനവും എന്നതുപോലെ തന്നെ CSEയുടെ ഹെഡ് ഓഫീസും ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ സമ്മതപ്രകാരം ഞാനതിവിടെ പ്രഖ്യാപിക്കുന്നു. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. 58 വഫിയ കോളേജുകളുടെ കൂട്ടായ്മയായ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന്റെ ഭരണ നിർവഹണ കേന്ദ്രമായ പാങ് വഫ ക്യാമ്പസിലെ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വുമൻസ് കോളേജിന്റെ 1ാം ഘട്ടവും CSEയുടെ ഹെഡ് ഓഫീസും അള്ളാഹുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ നാടിന് സമർപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.